ലോകമെമ്പാടുമുള്ള ഹൈന്ദവർ ജന്മാഷ്ടമി ആഘോഷിക്കുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണനെ മറ്റൊരു പ്രവാചകനായി വിശ്വസിക്കുന്ന മുസ്ലിം വിഭാഗമുണ്ട്. അഹമ്മദീയ മുസ്ലിങ്ങൾക്ക് ശ്രീകൃഷ്ണൻ റസൂലാണ്. വിമർശനങ്ങളേറെ നേരിടുമ്പോഴും കോഴിക്കോട്ടെ ജന്മാഷ്ടമി ആഘോഷങ്ങളോട് ഇവർ സഹകരിച്ചു വരുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ക്ഷേത്രങ്ങളിലും ബാലഗോകുലങ്ങളിലും ജന്മാഷ്ടമി ആഘോഷങ്ങൾ തകൃതിയായി നടക്കുകയാണ്. കോഴിക്കോട്ടെ ജന്മാഷ്ടമി ആഘോഷങ്ങളോട് സഹകരിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്ന കോഴിക്കോട്ടെ മുസ്ലിങ്ങളിലെ വിഭാഗമാണ് അഹമ്മദിയാർ. ഭഗവാൻ ശ്രീകൃഷ്ണനെ റസൂൽ അഥവാ ദൈവദൂതൻ എന്നാണ് ഇവർ വിശ്വസിച്ചു പോരുന്നത്. 19ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ ഇന്ത്യയിൽ രൂപം കൊണ്ട ഒരു മതവിഭാഗമാണ് അഹമ്മദിയർ. മിർസ ഗുലാം അഹമ്മദാണ് അഹമ്മദീയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. പരമ്പരാഗതമായ ചില ഇസ്ലാമിക വിശ്വാസങ്ങളോട് വിരുദ്ധവും വിശാലവുമായ ചില കാഴ്ചപ്പാടുകൾ അഹമ്മദിയാക്കൾ പിന്തുടരുന്നുണ്ട്. അഹമ്മദീയ മുസ്ലിങ്ങൾ ശ്രീകൃഷ്ണൻ മറ്റൊരു പ്രവാചകനാണെന്ന് വിശ്വസിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീകൃഷ്ണനെ കുറിച്ച് പറയുകയുണ്ടായി. കാനഫിൽ ഹിന്ദി നബിയുൻ അസ്വദുൽ ലൗനി ഇസ്മുഹു കാഹിന. ഇന്ത്യയിൽ കാർവർണനായ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് കാഹിന അല്ലെങ്കിൽ കനയ്യ, കണ്ണൻ എന്നായിരുന്നു. അപ്പോൾ മുഹമ്മദ് നബിയുടെ ഈ അധ്യാപനം അനുസരിച്ചുകൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് മറ്റെല്ലാ പ്രവാചകന്മാരെയും പോലെ, അതായത് മോസസിനെ, ജീസസിനെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്രഹാം എന്നുപോലുള്ള, കൺഫ്യൂഷ്യസ്, സ്വരാഷ്ട്ര പോലെ ഈ ഭാരതത്തിൽ വന്ന, ഭാരതത്തിന് യഥാർത്ഥ ദൈവവിശ്വാസം പഠിപ്പിച്ചു കൊടുക്കുന്നതിനും മനുഷ്യരെ സ്നേഹത്തിലും സാഹോദര്യത്തിലും ഒരുമിച്ച് കൂട്ടുന്നതിനും വേണ്ടി ഭാരതത്തിൽ അവതീർണരായ പുണ്യപുരുഷനായിരുന്നു, പ്രവാചകനായിരുന്നു ശ്രീകൃഷ്ണൻ എന്നുള്ളതാണ്. ഇത്തരം വിശാലമായ സങ്കല്പങ്ങൾ മൂലം ഇവർക്കെതിരെയുള്ള വിമർശനവും വലുതാണ്. പക്ഷേ സങ്കുചിതമായ വിമർശനങ്ങളെക്കാൾ വലുതാണ് യാഥാർത്ഥ്യമെന്ന് ഇവർ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ ഒരു വിശ്വാസത്തെ സംബന്ധിച്ച് മറ്റുള്ളവരിൽ അങ്ങനെ വിമർശനങ്ങൾ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് ഒരു അന്യ സമുദായത്തിൽപ്പെട്ട ആളെ പ്രവാചകനായി വിശ്വസിക്കുന്നു എന്നുള്ളത്. വിശുദ്ധ ഖുർആന്റെ ഒരു അധ്യാപനം എന്ന് പറയുന്നത് എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിക്കുമ്പോൾ മാത്രമാണ് ഒരാൾ യഥാർത്ഥത്തിൽ മുസ്ലിമായി തീരുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ വിശ്വസിക്കുന്നത് ശ്രീകൃഷ്ണനിലും ശ്രീരാമനിലും കൂടി വിശ്വസിക്കുമ്പോൾ മാത്രമേ ഒരാൾ യഥാർത്ഥത്തിൽ മുസ്ലിമായി തീരുകയുള്ളൂ എന്നുള്ളതാണ്. കടുത്ത വിമർശനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും കോഴിക്കോട് നടക്കുന്ന ജന്മാഷ്ടമി ആഘോഷങ്ങളോട് ഇവർ സഹകരിക്കാറുണ്ട്. ഇവർ ശോഭായാത്രയെ സ്വാഗതം ചെയ്യുകയും ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. മിഥുനയ്യപ്പൻ, ജനം, കോഴിക്കോട്.